والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ മഹത്താര വസ്തുക്കൾ എടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് ആ സത്യത്തിന്റെ ഉള്ളടങ്ങുന്ന രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത്രയും വലിയ ഒരു സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലോകത്തല്ലാഹു പടച്ച പറവകളിൽ, ലോകത്തല്ലാഹു പടച്ച ജന്തുക്കളിൽ, ലോകത്തല്ലാഹു പടച്ച ജീവജാലങ്ങളിൽ, സൃഷ്ടിചരാചരങ്ങളില് ഏറ്റവും അധികം ഉത്കൃഷ്ടമായത്, ഏറ്റവും അധികം പരിപൂർണമായത് അത് മനുഷ്യനാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ പരിപൂർണമായ സൃഷ്ടികളാണ് ഞാനും നിങ്ങളും. ആ മനുഷ്യരായ പരിപൂർണരായ സൃഷ്ടികളാണ് ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് വാരിക്കോരി എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത തകർമാ. ലോകത്തൊരു ജീവജാലങ്ങൾക്കും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. മനുഷ്യരായ നമുക്ക് മാത്രമേ അള്ളാഹു തന്നിട്ടുള്ളൂ. മനുഷ്യരായ നമുക്ക് മാത്രമേ അള്ളാഹു ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളൂ. ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കിയാൽ 10 ഗുണങ്ങൾ അവനുണ്ടാകുമെന്ന് അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ല എന്ന ഗസാലി ഇമാമിന്റെ കിതാബിനകത്ത് കാണാം. അതിൽ ഒന്നാമത്തത് യൻസിഹു അൻഹുൽ ഹമ്മ വൽ ഗമ്മ, അവന്റെ സങ്കടവും ദുഃഖവും അള്ളാഹു മാറ്റിക്കൊടുക്കും ആകാശത്തിൽ നോക്കിയാൽ എന്ന് പറഞ്ഞ് ഭർത്താവ് അടിച്ചെന്ന് പറഞ്ഞ് ആകാശത്തിൽ നോക്കി മെയിൻ റോഡ് വഴിയെ നടന്നങ്ങ് പോകരുത്. ടിപ്പർ റളിയല്ലാഹു അൻഹു ഒന്ന് കയറി ഇറങ്ങി. അല്ലാഹു കാക്കട്ടെ. ആകാശത്തിൽ നോക്കാനുള്ളത് റോഡിൽ നടന്നു പോകുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും അല്ല. വീടിന്റെ അകത്ത് വൈകുന്നേരം ടെറസിന്റെ മുകളിൽ ഒരു വെറും ചായക്ക് കട്ടൻ ചായ അല്ലേ? വെറും ചായ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. വെറും ചായ മാത്രം തരും, ഭക്ഷണം തരില്ല. ഒരു സ്ഥലത്ത് പോയപ്പോ എന്റെ എന്ത് വേണം? ഞാൻ പറഞ്ഞു വെറും ചായ മതി. ആ ശരി ഉസ്താദ്, എല്ലാവർക്കും നല്ല അടിപൊളി ഭക്ഷണം, എനിക്ക് മാത്രം ഒരു ഗ്ലാസ് ചായ. ഉസ്താദല്ലേ പറഞ്ഞു വെറും ചായ എന്നാ, അതുകൊണ്ട് ഇവിടെ കട്ടൻ എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോ അത് കട്ടൻ ചായ കുടിച്ച് അല്ലെങ്കിൽ ചെറിയ പരിപ്പൂടൊക്കെ കടിച്ച് രാത്രി വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ കാറ്റുകൊണ്ട് ടെറസിന്റെ മുകളിൽ ഭർത്താവ് കാട്ടിച്ചിരി നുണയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം, ആ സമയത്ത് ആകാശത്തിലേക്ക് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, അറാഹത്തായിട്ട് നോക്കിക്കൊണ്ടിരിക്കാം. അച്ഛാ അങ്ങോട്ട് നോക്കി സങ്കടം മാറി, ദുഃഖം മാറാം, പ്രയാസം മാറാം. ബാക്കി 9 കാര്യങ്ങളുണ്ട്, അത് വേറെ നമ്മുടെ വിഷയത്തിൽപ്പെട്ടത്. അപ്പൊ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മമാര് മക്കളെടുത്ത് ഒക്കത്ത് വെച്ച് മക്കളെ അങ്ങോട്ട് നോക്കിയേ, അമ്പിളിയമ്മാവനെ നോക്കിയേ എന്ന് പറഞ്ഞ് അമ്പിളിയമ്മാവനെ കുഞ്ഞു മക്കൾ നോക്കുമ്പോ വാ തുറക്കും അറിയാതെ ആ മരുമോള് കുറച്ച് ചോറ് ഇങ്ങനെ കുഞ്ഞിന്റെ വാക്കിയകത്ത് വെച്ചു കൊടുക്കും. മാമി കാണാതെ കുറച്ച് മരുമോളും മണി കൊടുക്കും. അങ്ങനെയാണല്ലോ പതിവ്. ആകാശത്തിലേക്ക് നോക്കി കുഞ്ഞു മക്കൾക്ക് ഇടാൻ വേണ്ടി ചോറിടുമ്പോൾ, കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ചോറ് പാത്രത്തിലേക്ക് ഇടുമ്പോൾ അവർക്ക് കൂടി കണക്കാക്കിയാണ് അവരിടുക. കുഞ്ഞിന് ഒരു ഉരുള കൊടുക്കും, അടുത്ത ഉരുട്ടി വയ്ക്കുമ്പോൾ കുഞ്ഞ് ചവച്ചെടുക്കണം, അടുത്ത മൂന്നാമത്തെ എടുക്കും. ഇങ്ങനെയാണ് സാധാരണ. അതൊരു രസമാണ്. അമ്മ കഴിക്കുന്നു, അപ്പ കഴിക്കുന്നു. അങ്ങനെ ഞാൻ എന്റെ മക്കൾക്ക് ചോറൊക്കെ ശരിക്കും വാരി കൊടുക്കാറുണ്ട്. ആമാർക്ക് ഒരു പ്രത്യേകമായ സ്വഭാവ ഗുണമാണ്. സാധാരണ മക്കളൊക്കെ കണ്ണു തുറക്കുമ്പോൾ ഉമ്മ എന്നാണ് വിളിക്കുന്നതെങ്കിൽ എന്റെ മക്കൾ കണ്ണു തുറക്കുമ്പോൾ വാപ്പ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ വാപ്പ, ഏത് കാര്യത്തിനും നേഴ്സറി പോകണം, ഒരുക്കണമെങ്കിൽ വാപ്പ, കുളിപ്പിക്കണമെങ്കിൽ വാപ്പ. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൂടിപ്പോയോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. മക്കളെ ഒരുപാട് സ്നേഹിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞ് അവസാനം എനിക്ക് എന്നെ പണി കിട്ടുമെന്ന് അറിയാൻ വയ്യ. അള്ളാഹ് കാക്കട്ടെ. ഭയങ്കര ബുദ്ധിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ. ആദ്യമായി ഹാഫിളാക്കണമെന്ന ആഗ്രഹത്തോടെ മൊബൈലിനകത്ത് കിടക്കുന്ന മെമ്മറി കാർഡിന്റെ ഖുർആൻ മുഴുവൻ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണവൻ ആദ്യമായി LKG ക്ലാസ്സിൽ പോയിട്ട് വീട്ടിൽ വന്നതിൻ്റെ ഒന്ന് സൈക്കിൾ എടുത്ത് അവൻ പാടി പാട്ടെന്താണെന്നറിയാം. നാനടിച്ചാത്താങ്ക മാട്ടെ 4 മാസം തൂങ്കമാട്ടെ മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി സേരമാട്ടെ. എന്നോട് പറയാം മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി സേരമാട്ടെ. ഞാൻ പറഞ്ഞ ഈ ബാക്കവിനടുത്ത് തന്നെ ഇത് വേണോടാ. നാട്ടുകാരെ മക്കളെ മുഴുവനും നന്നാക്കാൻ വാത് പറഞ്ഞുകൊണ്ട് കിടന്ന അവസാനം എനിക്ക് എന്നെ പണി കിട്ടി. ഭാര്യ പറയാം അങ്ങനെ
കാരണം ഈ കുഞ്ഞുമക്കൾ അടുത്തിരുന്ന ഒരു കുട്ടി പാടിയാൽ അടുത്തിരുന്നിടത്തും കഥ പറഞ്ഞു കൊടുത്താൽ അത് അപ്പോഴേ അവരും മനസ്സിനകത്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല, അവരുടെ മനസ്സിൽ ഭാര്യ ഭർത്താക്കന്മാരെ സംസാരിച്ചവരുടെ മനസ്സിൽ ഇങ്ങനെ അവരിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഹൃദയത്തിനകത്തുണ്ട്. ഒരു നല്ല മക്കളാ, നല്ല മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിലേക്ക് നമ്മൾ നന്മ മാത്രം നിറച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ഇങ്ങനെ എത്രയോ അത്ഭുതകരമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ഈ മനുഷ്യന് മാത്രമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഒരിക്കൽ തന്റെ ഇബാദത്തിന് പുറകെ അദ്ദേഹം ദുആരക്കുകയാണ്. അല്ലാഹുമ്മ അഹീനി ഇൻസാനാ വഅമിത്നി ഇൻസാനാ, എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ ഒരു മനുഷ്യനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിച്ച് മനുഷ്യനായിട്ട് മരിപ്പിക്കണേ. പുറകിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് സംശയം, നമ്മുടെ ഉസ്താദ് അങ്ങനെ ജുമയ്ക്ക് ദുആ ചെയ്താൽ എപ്പോ പള്ളി അടിയുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിന്നെ മനുഷ്യനല്ല മൃഗവും. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും മനുഷ്യരാക്കണേ അല്ലാഹ്. ഫ്രണ്ടിരിക്കുന്നത് പറയും ആമീൻ പറഞ്ഞൂടെ അളിയാ, ഇത് എന്തുകൂടി പറയണത്? മനുഷ്യൻ അത് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളാരും മനുഷ്യരല്ലേ. സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് മനുഷ്യനെ കാണണമെങ്കിൽ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ആ ദിക്ർ 41 ദിവസം ചൊല്ലു. 41 പരിശുദ്ധ ജുമാ ദിവസമാണ്. ആ ജുമയ്ക്ക് നീ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് കണ്ണടച്ചിരുന്നിട്ട് ആ കണ്ണൊന്ന് തുറക്കുമ്പോ ആ പള്ളിക്കകത്തിരിക്കുന്ന മനുഷ്യരെ നിനക്ക് കാണാം. യഥാർത്ഥ മനുഷ്യരെ നിനക്ക് അപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അടുത്തിരുന്ന പ്രിയപ്പെട്ട ശിഷ്യൻ പോവുകയാ. ആ പ്രിയപ്പെട്ട ശിഷ്യൻ മടങ്ങിപ്പോയി. 41 ദിവസം വരെ ഉസ്താദ് പറഞ്ഞുകൊടുത്ത മനോഹരമായ ദിക്ർ ചൊല്ലുകയാ. 41ാമത്തെ ദിവസമാ പരിശുദ്ധമായ പള്ളിയിലേക്ക് ജുമാ നിസ്കാരത്തിന് കടന്നു വരികയാ. ജുമാ നിസ്കാരത്തിന് വന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഉസ്താദ് പറഞ്ഞുകൊടുത്ത ദിക്ർ ചൊല്ലിയിട്ട് കണ്ണു തുറക്കുമ്പോ ദിക്ർ ചൊല്ലുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് നിറച്ച് ജനങ്ങളായിരുന്നു. ആ ദിക്ർ ചൊല്ലിയിട്ട് കണ്ണു തുറക്കുമ്പോ ഉണ്ടായിരുന്ന മനുഷ്യരെ കാണുന്നില്ല. കുറച്ചുപേര് നായയുടെ കോലത്തിലാ, കുറച്ചുപേര് പന്നിയുടെ കോലത്തിലാ, കുറച്ചുപേര് കോഴിയുടെ കോലത്തിലാ, കുറച്ചുപേര് പരുന്തിന്റെ കോലത്തിലാ, കുറച്ചുപേര് കാട്ടാമൃഗത്തിന്റെ കോലത്തിലാ, കുറച്ചുപേര് കാട്ടാനയുടെ കോലത്തിലാ. അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ ജീവജാലങ്ങളുടെ രൂപങ്ങളായി മനുഷ്യരെങ്ങ് മാറപ്പെടുമ്പോ അതിൽ 3-4 പേര് മാത്രം, വളരെ കുറഞ്ഞവർ, അവര് മാത്രം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ട് ജുമാ ദിവസം പടച്ച റബ്ബിന്റെ പള്ളിയിൽ കൂടിയിരിക്കുകയാ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ജുമാ കഴിഞ്ഞപ്പോ ചോദിച്ചു, മനുഷ്യരെ കണ്ടോ? ആകെ 5 മനുഷ്യരാണ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കോഴി, നായയും പുലിയും പൂച്ചയും. എന്താ ആ രൂപം വന്നത്? അവരുടെ മനസ്സിലുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. ഓരോ ജീവികൾക്കാണല്ലോ ഓരോ സ്വഭാവം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 ജീവികളെ അറുത്തു എന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. തസൗഫിന്റെ പണ്ഡിതന്മാര് പറയുന്നു, ആ 4 ജീവികൾക്കും പ്രത്യേകമായ 4 ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണം മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് കളയുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനാകുക. ഒന്നാമത് അദ്ദേഹം അറുത്ത ജീവി ഏതാണെന്നറിയോ? കോഴിയാ. കോഴിയുടെ സ്വഭാവം എന്താ? വെള്ളം ഒഴിച്ച് കോഴി കാര്യം അതിന് വെള്ളം താഴെ. കോഴിയുടെ സ്വഭാവം എന്താണെന്നറിയോ? വികാരമാണ്. കോഴി എന്ന് പറയുന്നത് ഒരു വികാര ജീവിയാണ്. അതിന് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആരും കല്യാണം നടത്തി കൊടുക്കുകയൊന്നും വേണ്ട. അപ്പുറത്തെ പെടക്കോഴി അണ്ണാച്ചി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഴി നമ്മുടെ നാട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന കോഴിയായിട്ട് കമ്പനിയാ, കണ്ടുടങ്ങിയ കമ്പനിയാ. അതിന് പിന്നെ ഒരുത്തൻ ചോദിക്കലും നിക്കാഹ മഹറത്ര 4 മുട്ട മഹർ കൊടുക്കാനൊന്നും അവന് സമയമില്ല. ചാവക്കോഴി എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും റെഡിയായിട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ് ചങ്കൂറ്റത്തോടു കൂടി. അപ്പൊ ഇതിന് വികാരമാണ് ആ ജീവിയുടെ സ്വഭാവം.